ന്യൂ SCERT 10th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററി ചാപ്റ്റർ 1 മാനവികത. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഓഡിയോ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ മാനവികത നന്നായിട്ട് പഠിച്ചു പോകാം. ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ റോജർ ബേക്കണിൻ്റെ ഒരു ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. അറിവിൻ്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ്. നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാക്കപ്പെട്ട ബുദ്ധിക്ക് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല. സ്നേഹം അറിവിൻ്റെ മാത്രം സന്തതിയാണ്. യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശിയും. നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും യുക്തി തന്നെ. ഇത് റോജർ ബേക്കണിൻ്റെ വാക്കുകളാണ്. ചാപ്റ്ററിലേക്ക് കടക്കാം. പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് പ്രധാന സംസ്കാരങ്ങളാണ് ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങൾ. ഏതൊക്കെയാണ്? പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് പ്രധാന സംസ്കാരങ്ങളാണ് ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങൾ. ഗ്രീക്ക് സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടം BCE 12 to BCE 4. അപ്പോൾ ഗ്രീക്ക് സംസ്കാരം നിലനിന്നത് BCE 12-ാം നൂറ്റാണ്ട് മുതൽ BCE 4-ാം നൂറ്റാണ്ട് വരെയാണ്. റോമൻ സംസ്കാരം നിലനിന്നിരുന്നത് BCE 7-ാം നൂറ്റാണ്ട് മുതൽ BCE 5-ാം നൂറ്റാണ്ട് വരെയാണ്. അപ്പോൾ ഗ്രീക്ക് സംസ്കാരം BCE 12 to 4, റോമൻ സംസ്കാരം BCE 7 to 5. നവോത്ഥാന കാലത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട്, നഗരജീവിതത്തിൻ്റെ വളർച്ച, കച്ചവടത്തിൻ്റെ പുരോഗതി, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച, വ്യക്തി സ്വാതന്ത്ര്യം, യുക്തിചിന്ത, മതേതര മൂല്യങ്ങളുടെ വ്യാപനം, പണാധിഷ്ഠിത സമ്പദ്ഘടന, പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം, കലാശാസ്ത്രരംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ, ഇവയൊക്കെയാണ് നവോത്ഥാന കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ. അപ്പോൾ പ്രാചീന യൂറോപ്പിൽ നിലനിന്ന രണ്ട് സംസ്കാരങ്ങളാണ് ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങൾ. ഗ്രീക്ക് സംസ്കാരം നിലനിന്ന കാലഘട്ടം BCE 12-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെയും, റോമൻ സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടം BCE 7-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെയുമാണ്. 14-ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി അറിയപ്പെടുന്നത് നവോത്ഥാനം എന്നാണ്. അപ്പോൾ നവോത്ഥാനം തുടങ്ങുന്നത് എന്നാണ്? 14-ാം നൂറ്റാണ്ടോടു കൂടിയാണ്. 14-ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനിയാണ് നവോത്ഥാനം. ഒരു സ്ഥാപനത്തിൻ്റെ വരവും ചെലവും ദൈനംദിനാടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്ന രീതിയാണ് ബുക്ക് കീപ്പിംഗ്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ പടിയാണ് ബുക്ക് കീപ്പിംഗ്. ഒരു സ്ഥാപനത്തിൻ്റെ വരവും ചെലവും ദൈനംദിനാടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്ന രീതിയാണ് ബുക്ക് കീപ്പിംഗ്. 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും മതമേധാവിത്വത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായി. അപ്പോൾ യൂറോപ്പിൽ വാണിജ്യവൽക്കരണം ഉണ്ടായത് 11-ാം നൂറ്റാണ്ടോടു കൂടിയാണ്. 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും മതമേധാവിത്വത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായി. വാണിജ്യ പുരോഗതിയുടെ ഫലമായി ചില കുടുംബങ്ങൾ സമ്പന്നരായി. ഇറ്റലിയിൽ ആ കാലത്ത് വാണിജ്യ പുരോഗതിയുടെ ഫലമായി ചില കുടുംബങ്ങൾ സമ്പന്നരായി. അതേതൊക്കെയാണ്? സമ്പന്നരായ ഇറ്റാലിയൻ കുടുംബങ്ങളാണ് മെഡിപ്പി, സ്ഫോർസ, ഫർണീസി, ഓർണീസി, വിസ്കൊന്തി. ഇതിൽ മെഡിപ്പി എന്ന ഇറ്റാലിയൻ കുടുംബം വളർന്നു വന്ന നഗരമാണ് ഫ്ലോറൻസ്. സ്ഫോർസ വളർന്നു വന്നത് മിലാൻ, ഫർണീസി വളർന്നു വന്നത് പാർമ, ഓസീനി നേപ്പിൾസ്, വിസ്കൊന്തി മിലാൻ. അപ്പോൾ വാണിജ്യ പുരോഗതിയുടെ ഫലമായി
യൂറോപ്പിൽ ചില കുടുംബങ്ങൾ സമ്പന്നരായി. ആ കുടുംബങ്ങളുടെ പേരാണ് മെഡിപ്പി, സ്ഫോഴ്സ, ഫർണീസി, ഓർസീനി, വിസ്കൊന്തി. ഇത് മെഡിപ്പി എന്ന കുടുംബം വളർന്നു വന്ന നഗരമാണ് ഫ്ലോറൻസ്. മെഡിപ്പി ഫ്ലോറൻസ്, സ്ഫോഴ്സ മിലാൻ, ഫർണീസി പാർമ, ഓർസീനി നേപ്പിൾസ്, വിസ്കൊന്തി മിലാൻ. ഏതൊക്കെയാണ്? മെഡിപ്പി ഫ്ലോറൻസ്, സ്ഫോഴ്സ മിലൻ, ഫർണീസി പാർമ, ഓർസീനി നേപ്പിൾസ്, വിസ്കൊന്തി മിലാൻ. വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശുയുദ്ധങ്ങൾ. കുരിശുയുദ്ധങ്ങൾ നടന്ന കാലഘട്ടമാണ് CE 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ. കുരിശുയുദ്ധം നടന്ന കാലഘട്ടമാണ് CE 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ. മധ്യകാലത്ത് നടന്ന കുരിശുയുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചു. മധ്യകാലത്ത് നടന്ന കുരിശുയുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചു. ബ്യൂബോണിക് പ്ലേഗ് ഇറ്റലിയിൽ പൊട്ടിപ്പുറപ്പെട്ടത് 14-ാം നൂറ്റാണ്ടിലാണ്. പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ്? 14-ാം നൂറ്റാണ്ടിൽ. 1347 മുതൽ 1351 വരെയാണ് പ്ലേഗ് പുറപ്പെട്ട കാലഘട്ടം. അപ്പോൾ പ്ലേഗ് പുറപ്പെട്ടത് 14-ാം നൂറ്റാണ്ടിൽ. 1347 മുതൽ 1351 വരെ. 1347 മുതൽ 1351 വരെ ബ്യൂബോണിക് പ്ലേഗ് ഇറ്റലിയിൽ പൊട്ടിപ്പുറപ്പെട്ടത് 14-ാം നൂറ്റാണ്ടിലാണ്. ബ്ലാക്ക് ഡെത്ത് എന്നുകൂടി ഇത് അറിയപ്പെടുന്നു. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബ്ലാക്ക് ഡെത്ത്. യൂറോപ്പ് കേന്ദ്രീകരിച്ചാണ് നവോത്ഥാനം ആവിർഭവിച്ചത് എന്ന ആശയത്തിനെതിരായി ചില പുസ്തകങ്ങൾ യൂറോപ്പിൽ രചിക്കപ്പെട്ടു. അവയാണ് സ്റ്റോളൻ ലെഗസി. സ്റ്റോളൻ ലെഗസി എഴുതിയത് ജോർജ് ജെയിംസ്. ബ്ലാക്ക് അദീന, ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ എഴുതിയത് മാർട്ടിൻ ബർണൽ. അപ്പോൾ യൂറോപ്പ് കേന്ദ്രീകരിച്ചാണ് നവോത്ഥാനം ആവിർഭവിച്ചത് എന്ന ആശയമാണ് പൊതുവെ നിലവിലുള്ളത്. അതിന് വിപരീതമായി ആ ആശയത്തിനെ എതിർക്കുന്ന രീതിയിൽ ചില പുസ്തകങ്ങൾ അക്കാലത്ത് യൂറോപ്പിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അവയിൽ 2 പുസ്തകങ്ങളാണ് സ്റ്റോളൻ ലെഗസി ആൻഡ് ബ്ലാക്ക് അദീന, ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ. സ്റ്റോളൻ ലെഗസി എഴുതിയത് ജോർജ് ജെയിംസ് ആണ്. സ്റ്റോളൻ ലെഗസി എഴുതിയത് ജോർജ് ജെയിംസ് ആണ്. ബ്ലാക്ക് അദീന, ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ എഴുതിയത് മാർട്ടിൻ ബർണൽ. ബ്ലാക്ക് അദീന, ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ എഴുതിയത് മാർട്ടിൻ ബർണൽ. യൂറോപ്പ് കേന്ദ്രീകരിച്ചാണ് നവോത്ഥാനം ആവിർഭവിച്ചത് എന്ന ആശയത്തിനെതിരായിട്ടാണ് ഈ ബുക്കുകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തത് 1453-ലാണ്. 1453. അപ്പോൾ 14-ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രീക്കോ റോമ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി അറിയപ്പെടുന്നത് എന്താണ്? നവോത്ഥാനം എന്നാണ്. 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും മതമേധാവിത്വത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായി. ഈ കാലഘട്ടത്തിൽ യൂറോപ്പിൽ വളർന്നു വന്ന ഒരു വിഭാഗമാണ് വാണിജ്യ പുരോഗതിയുടെ ഒരു സമ്പന്നരായ ഒരു വിഭാഗം ഉയർന്നു വന്നു. ഈ സമ്പന്നരായ കുടുംബങ്ങളാണ് മെഡിപ്പി ഇന്ന് ഉള്ളത്. മെഡിപ്പി കുടുംബം വളർന്നു വന്ന നഗരമാണ് ഫ്ലോറൻസ്. സ്ഫോഴ്സ വളർന്നു വന്ന നഗരമാണ് മിലാൻ. ഫർണീസി വളർന്നു വന്ന നഗരമാണ് പാർമ. ഓർസീനി വളർന്നത് നേപ്പിൾസ്. വിസ്കൊന്തി വളർന്നത് മിലാൻ. ഏതൊക്കെയാണ്? മെഡിപ്പി ഫ്ലോറൻസ്, സ്ഫോഴ്സ മിലൻ, ഫർണീസി പാർമ, ഓർസീനി നേപ്പിൾസ്, വിസ്കൊന്തി മിലാൻ.
വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുരിശുയുദ്ധങ്ങൾ. കുരിശുയുദ്ധം നടന്ന കാലഘട്ടം കുരിശുയുദ്ധം നടന്ന കാലഘട്ടമാണ് CE 11 to CE 13. കുരിശുയുദ്ധം നടന്ന കാലഘട്ടം എന്നാണ് CE 11 to CE 13. മധ്യകാലത്ത് നടന്ന കുരിശുയുദ്ധത്തിൽ കിഴക്കതും പടിഞ്ഞാറും തമ്മിലുള്ള നവോത്ഥാന വിനിമയത്തിന് വഴിതെളിച്ചു. ബ്യൂബോണിക് പ്ലേഗ് ഇറ്റലിയിൽ പൊട്ടിപ്പുറപ്പെട്ടത് 14-ാം നൂറ്റാണ്ടിലാണ്. ബ്ലൂബോണിക് പ്ലേഗ് ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ടത് 14-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലാണ്. 14-ാം നൂറ്റാണ്ടിലാണ് ന്യൂബോണിക് പ്ലേഗ് ഇറ്റലിയിൽ പൊട്ടിപ്പുറപ്പെട്ടത് 14-ാം നൂറ്റാണ്ടിൽ. ഇതറിയപ്പെടുന്നത് ബ്ലാക്ക് ഡെത്ത് എന്നാണ്. 1347 മുതൽ 1351 വരെയുള്ള കാലഘട്ടത്തിലാണ് ബ്യൂബോണിക് പ്ലേഗ് ഇറ്റലിയിൽ പൊട്ടിപ്പുറപ്പെട്ടത്. 1347 മുതൽ 1351 വരെ. ഇനി യൂറോപ്പ് കേന്ദ്രീകരിച്ച് നവോത്ഥാനം ആവിർഭവിച്ചു എന്ന ആശയത്തിനെതിരായി ഇറങ്ങിയ പുസ്തകങ്ങളാണ് സ്റ്റോളൻ ലെഗസി എഴുതിയത് ജോർജ് ജെയിംസ്, ബ്ലാക്ക് അഥീന ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ എഴുതിയത് മാർട്ടിൻ ബർണാൽ. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി പിടിച്ചെടുത്തത് 1453-ലാണ്. മധ്യകാല ലോകത്തെ സ്വാധീനിച്ചിരുന്ന തത്വശാസ്ത്രമാണ് സ്കോളാസ്റ്റിസിസം. മധ്യകാല ലോകത്തെ സ്വാധീനിച്ചിരുന്ന തത്വശാസ്ത്രമാണ് സ്കോളാസ്റ്റിസിസം. ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഈ തത്വശാസ്ത്രം വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും ദൈവത്തിന് പരലോകത്തിനുമാണ് ഊന്നൽ നൽകിയത്. ഇത് സ്കോളാസ്റ്റിസിസം. മധ്യകാല ലോകത്തെ സ്വാധീനിച്ചിരുന്ന തത്വശാസ്ത്രമാണ് സ്കോളാസ്റ്റിസിസം. ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഈ തത്വശാസ്ത്രം വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും ദൈവത്തിനും പരലോകത്തിനുമാണ് ഊന്നൽ നൽകിയത്. ഇതിൽ നിന്ന് മാറി മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മാനവികത എന്ന ആശയം രൂപപ്പെട്ടത്. അപ്പോൾ മാനവികത ഓപ്പോസിറ്റ് സ്കോളാസ്റ്റിസിസം. ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം യൂറോപ്പിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ ഫ്ലോറൻസ് എന്ന നഗരമാണ്. ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രമാണ് യൂറോപ്പിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ ഫ്ലോറൻസ്. ആഗ്നി ഇൻ ദി ഗാർഡൻ വരച്ചത് ജിയോവന്നി ബെല്ലിനി. പൂന്തോട്ടത്തിലെ ദേവത. ആഗ്നി ഇൻ ദി ഗാർഡൻ, പൂന്തോട്ടത്തിലെ ദേവത, വരച്ചത് ജിയോവന്നി ബെല്ലിനി. ഇരട്ട എണ്ണച്ചായ ചിത്രമായ ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡാ മോണ്ടെ ഫെൽട്രോയും ബാറ്റിസ്റ്റ സ്ഫോർസയും വരച്ചത് പിയറോ ഡെല്ല ഫ്രാൻസിസ്ക. ഇരട്ട എണ്ണച്ചായ ചിത്രമായ ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡാ മോണ്ടെ ഫെൽട്രോയും ബാറ്റിസ്റ്റ സ്ഫോർസയും വരച്ചത് പിയറോ ഡെല്ല ഫ്രാൻസിസ്ക. ജിയോട്ടോയുടെ ചിത്രങ്ങളിലാണ് ഗ്രീക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത്. അപ്പോൾ ഗ്രീക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായ ചിത്രങ്ങൾ ആരുടേതാണ്? ജിയോട്ടോയുടെയാണ്. പിൽക്കാലത്ത് ചിത്രകലാരംഗത്തേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്വാധീനിച്ച ചിത്രകാരനാണ് മസാച്ചോ ആയിരുന്നു. എല്ലാവരെയും സ്വാധീനിച്ച വിപ്ലവകാരനാരാണ്? മസാച്ചോ ആയിരുന്നു. ലിയനാർഡോ ഡാവിഞ്ചി, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളാണ് അന്ത്യ അത്താഴം, മൊണാലിസ. മൈക്കലാഞ്ചലോ അന്ത്യവിധി. ലിയനാർഡോ ഡാവിഞ്ചി അന്ത്യത്താഴം, മൊണാലിസ. മൈക്കലാഞ്ചലോ അന്ത്യവിധി. മധ്യകാലത്ത് ശ്രദ്ധ നേടിയ മറ്റ് രണ്ട് ചിത്രകാരന്മാരാണ് ടിഷ്വാനും റാഫേലും.
മധ്യകാലത്തെ ശ്രദ്ധേയനായ ശില്പിയാണ് ഡൊണാറ്റലോ. ഗോത്തിക് ശൈലിയിൽ നിന്ന് ശില്പകലയെ മോചിപ്പിച്ചു. ദാവീദ് എന്ന ശില്പം ആരുടെയാണ്? അത് ഡൊണാറ്റോലോയുടെയാണ് ദാവീദ് എന്ന ശില്പം. ഒരു കാലിൽ തൻ്റെ ശരീരം പൂർണ്ണമായും താങ്ങുന്ന ഒരു കൗമാരക്കാരൻ, അതാണ് ദാവീദ് എന്ന ശില്പം. അപ്പോൾ കൗമാരക്കാരൻ്റെ ചിത്രമാണ് ദാവീദ്. ഡൊണാറ്റലോയുടെ മറ്റൊരു ശില്പമാണ് ഗത്താ മെലീറ്റ. കുതിരപ്പുറത്തിരിക്കുന്ന യോദ്ധാവിൻ്റെ ശില്പമാണ് ഗത്താ മെലീത്ത. ഡൊണാറ്റോലോയുടെ മറ്റൊരു ശില്പമാണ് ഗത്താ മെലീത്ത. ക്രിസ്തുവിൻ്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമാണ് മൈക്കലാഞ്ചലോയുടെ പിയത്ത. പിയത്ത എന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമാണ് മൈക്കലാഞ്ചലോയുടെ പിയത്ര. ശില്പമാണ്, ചിത്രമല്ല, അതൊരു ശില്പമാണ്. ക്രിസ്തുവിൻ്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമാണ് മൈക്കലാഞ്ചലോയുടെ പിയത്ത. മൈക്കലാഞ്ചലോയുടെ മറ്റൊരു ശില്പമാണ് ദാവീദ്. അപ്പോൾ ദാവീദ് എന്ന പേരിൽ ഡൊണാറ്റലോയ്ക്കും ഒരു ശില്പമുണ്ട്. ആ ശില്പത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു കാലിൽ തൻ്റെ ശരീരഭാഗം പൂർണ്ണമായും താങ്ങുന്ന ഒരു കൗമാരക്കാരനാണ് ഏത്? ദാവീദ്. ഡൊണാറ്റലോയുടെ ചിത്രം. അടുത്തത് മൈക്കലാഞ്ചലോയുടെ മറ്റൊരു ശില്പമാണ് ദാവീദ്. അതിലെ ദാവീദ് വീരനായ ദാവീദാണ്. മൈക്കലാഞ്ചലോയുടെ മറ്റൊരു ശില്പമാണ് ദാവീദ്, വീരനായ ദാവീദ്. ഫിലിപ്പോ ബ്രൂണലസ്കി. വാസ്തുവിദ്യാരംഗത്ത് പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ചത് ഫിലിപ്പോ ബ്രൂണലസ്കിയാണ്. പ്രാചീന ഗ്രീക്കോ റോമൻ സവിശേഷതകളാണ് ക്ലാസിക്കൽ ശൈലി അഥവാ താഴികക്കുടങ്ങൾ. ഈ ശൈലി കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ പരീക്ഷിച്ചത് ആരാണ്? ബ്രൂണലസ്കിയാണ്. ഗോത്തിക് ശൈലി മധ്യകാലത്തിൻ്റെ രണ്ടാം പകുതിയിൽ യൂറോപ്പിൽ വികസിച്ചു വരുന്ന വാസ്തുവിദ്യാ ശൈലിയാണ്. ഫ്രാൻസിലാണ് ഉദയം ചെയ്തത്. മുന്നേയുള്ള കമാനങ്ങൾ ഇതിൻ്റെ പ്രധാന സവിശേഷതകളാണ്. ഗോത്തിക് ശൈലി. അപ്പോൾ ഫിലിപ്പോ ബ്രൂണലസ്കിയാണ് വാസ്തുവിദ്യാരംഗത്ത് പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ചത്. ഫിലിപ്പോ ബ്രൂണലസ്കി. പ്രാചീന ഗ്രീക്കോ റോമൻ ശൈലിയുടെ പ്രത്യേകതയാണ് താഴികക്കുടങ്ങൾ അഥവാ ഡ്യൂമോ. ബ്രൂണലസ്കി ഫ്ലോറൻസിൽ നിർമ്മിച്ച കത്തീഡ്രൽ ക്ലാസിക്കൽ ശൈലിക്ക് ഉദാഹരണമാണ്. ബ്രൂണലസ്കി ഫ്ലോറൻസിൽ നിർമ്മിച്ച കത്തീഡ്രൽ. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, റോം. മൈക്കലാഞ്ചലോ, ബ്രമാത്തെ എന്നിവരുടെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ചതാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. ഇതിൽ ക്ലാസിക്കൽ ശൈലി പ്രകടമായി കാണാം. അപ്പോൾ ബ്രൂണലസ്കി ഫ്ലോറൻസിൽ നിർമ്മിച്ച കത്തീഡ്രൽ ക്ലാസിക്കൽ ശൈലിക്ക് ഉദാഹരണമാണ്. അതേപോലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക റോമിലാണ്. മൈക്കലാഞ്ചലോ, ബ്രമാത്തെ എന്നിവരുടെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ചതാണ് ഈ ശില്പം. ഇന്ത്യൻ ക്ലാസിക്കൽ ശൈലി പ്രകടമായി കാണുന്ന ശില്പമാണ്. നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ്. ഇത് ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ വരികളാണ്. നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ്. മധ്യകാലത്ത് നിലനിന്നിരുന്ന സ്കോളാസ്റ്റിസത്തിൽ നിന്നുള്ള മോചനമായിരുന്നു നവോത്ഥാന സാഹിത്യത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ നവോത്ഥാന സാഹിത്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? മധ്യകാലത്ത് നിലനിന്നിരുന്ന സ്കോളാസ്റ്റിസത്തിൽ നിന്നുള്ള മോചനം. അപ്പോൾ ഇന്നത്തെ ഓഡിയോ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തെ അടുത്ത നവോത്ഥാന സാഹിത്യവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.